Good evening all. Computer Organization and Architecture and HSST Marathon Session like എല്ലാവർക്കും സ്വാഗതം. So നമുക്ക് നേരിട്ട് ടെസ്റ്റിംഗ് ഡിസ്കഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഈ നിയർ ബൈ ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ PSC എക്സാംസിലെയും ക്വസ്റ്റ്യൻസുകൾ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു വർഷത്തിനുള്ളിൽ നടന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് identify the addressing mode which is used in the following instruction: move AX, 1562H. Okay, so ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം പല രീതിയിലുള്ള അഡ്രസ്സിംഗ് മോഡ്സുകളുണ്ട്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഉണ്ട്, അബ്സല്യൂട്ട്, ഇങ്ങനെ ഒത്തിരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്ററിന്റെ ഏതെങ്കിലും റെഫറൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. അതിൽ തന്നെ രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായി? ആ രജിസ്റ്ററിൽ നമുക്ക് ഡയറക്റ്റ് പോയാൽ നമുക്ക് ആ എന്താണ് ഓപ്പറൻറ്റിനെ കിട്ടില്ല. അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ആ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഓപ്പറന്റ് എവിടെയാണോ കിടക്കുന്നത് അതിന്റെ അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത മെക്കാനിസം എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഓപ്പറന്റ് എവിടെയാണ് കിടക്കുന്നത് ആ മെമ്മറി ലൊക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറന്റ് എന്താണോ ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവും. അതായത് നമുക്ക് അഡ്രസ് അല്ല, അതിന് പകരം നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഡ് എന്താണ് A,3. ഇപ്പൊ 3 എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് വാല്യൂ ആണ്. ഈ 3യും എയിൽ കിടക്കുന്ന ആ ഒരു ഓപ്പറന്റിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 3 എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. 3 എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ അപ്പൊ എന്തിൽ വരും? ഇവിടെ നമുക്ക് എന്താണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അല്ലെ ഹെക്സാഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഓപ്പറന്റ് കിടക്കുന്ന മെമ്മറി ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡായി? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Now, next question എന്ന് പറയുന്നത് assume that the time required for 5 functional units which operate in each cycles are 10 nanosecond, 8 nanosecond, 9 nanosecond, 10 and 7 nanosecond. Find the speed up versus the single cycle data path if the pipelining adds 1 nanosecond of overhead. So question എന്താണ്? പൈപ്പ്ലൈൻ ബേസ്ഡ് ആണ്. ഓക്കെ, സോ പൈപ്പ് ലൈനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? നമുക്ക് ഒരു ടാസ്ക് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് അല്ലെ. സോ ഇവിടെ നമ്മളോട് സ്പീഡ് അപ്പ് എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം സ്പീഡ് അപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറ്? സ്പീഡ് അപ്പ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യുന്നത്? നോൺ പൈപ്പ് ലൈൻ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോസസ്സ് നോൺ പൈപ്പ് ലൈൻഡ് ആയിട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം ഡിവൈഡഡ് ബൈ പൈപ്പ് ലൈൻ ടൈം. ഓക്കെ, സോ നോൺ പൈപ്പ് ലൈൻ ആയി ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ തന്നിരിക്കുന്ന ഓപ്പറേഷൻ എന്താണ്? അതായത് നമുക്ക് 5 ഫംഗ്ഷണൽ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷണൽ യൂണിറ്റിന് 10 നാനോ സെക്കൻഡ്, രണ്ടാമത്തേന് 8 വേണം, പിന്നെ മൂന്നാമത്തേന് 9 വേണം, പിന്നെ 10 വേണം, പിന്നെ 7 വേണം. അപ്പൊ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ചെയ്ത് പോകുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് നോൺ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർലാപ്പ് ചെയ്താണ് ചെയ്യുന്നത്. സോ നോൺ പൈപ്പ് ലൈനിന്റെ ടൈം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ തന്നിരിക്കുന്ന ഓരോ ഫംഗ്ഷണൽ യൂണിറ്റിന്റെയും വാല്യൂസ് ജസ്റ്റ് ആഡപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് നോൺ പൈപ്പ് ലൈൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോൺ പൈപ്പ് ലൈനിന്റെ ടൈം എന്ന് പറയുന്നത് 10 + 8 + 9 + 10 + 7. സോ ഇത്രയും ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് നോൺ പൈപ്പ് ലൈൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ളത് കിട്ടും. ഇനി പൈപ്പ് ലൈൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ എത്ര സമയം വേണം എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണ്? അതായത് ഇതിൽ തന്നിരിക്കുന്ന മാക്സിമം വാല്യൂ ഏതാണ്? 10 നാനോ സെക്കൻഡ് ആണ്. അതായത് 10 നാനോ സെക്കൻഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന 5 ഫംഗ്ഷണൽ യൂണിറ്റ്സും അവരവരുടെ കറസ്പോണ്ടിങ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇയാൾക്ക് 10 നാനോ സെക്കൻഡ് കൊടുത്താൽ ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവും. ഇവിടെയും 10 കൊടുത്താൽ 8 അയാൾ കംപ്ലീറ്റ് ചെയ്യും. ഇവിടെയും 10 കൊടുത്താൽ 9 അയാൾ കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ 10 കൊടുത്താൽ വിത്തിൻ 10 അത് കംപ്ലീറ്റ് ആവും. ഇവിടെയും 10 കൊടുത്താൽ അത് 7 സെക്കൻഡിനുള്ളിൽ. സോ മാക്സിമം വാല്യൂ ആണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ മാക്സിമം വാല്യൂ പൈപ്പ് ലൈൻ ടൈമിൽ എടുക്കുന്നത് 10. കൂടാതെ ഇവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പൈപ്പ് ലൈനിങ്ങിൽ നമ്മളൊരു 1 നാനോ സെക്കൻഡ് ഒരു ഓവർ ഹെഡും കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ബഫർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് പൈപ്പ് ലൈനിങ്ങിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 4 യൂണിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ബഫർ അല്ലെ കൊണ്ടുവരും. ആ ബഫറിലേക്ക് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്നതും ആ ബഫറിൽ നിന്നും തിരിച്ച് നെക്സ്റ്റ് പൈപ്പ് ലൈൻ പ്രോസസ് അല്ലെങ്കിൽ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം ഡിലേ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഓരോ യൂണിറ്റിന്റെ ഇടയ്ക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു ബഫർ ടൈമിനെയാണ് നമ്മളിവിടെ 1 സെക്കൻഡ് നാനോ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു 1 സെക്കൻഡ് നാനോ ഓവർ ഹെഡ് എല്ലാ ബഫറിന്റെ എല്ലാ യൂണിറ്റ്സിന്റെ ഇടയ്ക്കും ഉണ്ടാവും. സോ ആ ഒരു 1 നാനോ സെക്കൻഡ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് പൈപ്പ് ലൈൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന മെക്കാനിസം. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ഈ 2 വാല്യൂം കൂടി ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് എത്ര കിട്ടും? 10 + 8 + 9 + 10 + 7. സോ ഇതെല്ലാം കൂടെ ആഡ് അപ്പ് ചെയ്യുമ്പോൾ ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 44 ആൻഡ് ഡിവൈഡഡ് ബൈ 10 + 1 എന്ന് പറയുന്നത് 11 കിട്ടും. സോ 44 ഡിവൈഡഡ് ബൈ 11 എന്തായിരിക്കും ആൻസർ? ആർക്കെങ്കിലും പറയാവോ? The answer will be 4. 44 divided by 11, 4. That is option B, 4.0 ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? Now, next question. The stage delay in 4-stage pipeline are 800, 500, 400 and 300 picoseconds. The first stage with a delay of 800 ps is replaced with a functionally equivalent design involving 2 stages with respective delay 600 picosecond and 350 picosecond. The throughput increase of the pipeline in percentages. So idum oru basic choicha oru question aanu. So itte question endana? Oru system undu, avade 4 stage pipeline aanu use cheyunnathu. 4 stage pipeline aayirunnu aadyam undayirunnu. Okay, 4 stage pipeline. Now ഓരോ സ്റ്റേജിന്റെയും ഡിലേ തന്നിട്ടുണ്ട്. ഇതിന് എത്രയായിരുന്നു? 800 ആയിരുന്നു. അടുത്തതിന് 500 ആണ്. അടുത്തതിന് വീണ്ടും 400, നെക്സ്റ്റ് വണ്ണിന് 300. ഓക്കെ, സോ ഈ 4 സ്റ്റേജ് പൈപ്പ് ലൈനിന് നമ്മൾ എങ്ങനെയാണ് ത്രൂപുട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? ത്രൂപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ മാക്സിമം ടൈം എത്രയാണെന്ന് ആദ്യം നോക്കുക. അതായത് പൈപ്പ് ലൈൻ ടൈം, ടി പി എന്ന് പറയുന്നത് പൈപ്പ് ലൈനിങ് ചെയ്യാൻ എടുക്കുന്ന നമ്മുടെ ടൈം. പൈപ്പ് ലൈൻ ടൈം നമ്മൾ എങ്ങനെയാണ് നോക്കാറ്? ഇതിലെ ഏറ്റവും മാക്സിമം വാല്യൂ ഏത് സ്റ്റേജിനാണ് വേണ്ടത് ആ അതായിരിക്കും അതിന്റെ പൈപ്പ് ലൈൻ ടൈം പറയുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം, ദാറ്റ് ഈസ് വെൻ k is equal to 4. k എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ്. ഞാൻ ജസ്റ്റ് k എന്നൊരു വാല്യൂ ഇട്ടെന്നേ ഉള്ളൂ. k എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് ആയിക്കോട്ടെ. ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റേജസ് 4 സ്റ്റേജസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ സ്റ്റേജിന്റെയും കറസ്പോണ്ടിങ് ടൈമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പൈപ്പ് ലൈനിന്റെ ടൈം എത്ര വരും? ഇതിലെ മാക്സിമം വാല്യൂ എത്രയാണോ അതാണ് പൈപ്പ് ലൈനിങ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. നൗ ഇനി ഇതിന്റെ ത്രൂപുട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ത്രൂപുട്ട് എന്ന് പറയുന്നത് 1/TP ആണ്. ഓക്കെ, ത്രൂപുട്ട് എന്ന് പറയുന്നത് ഫോർമുല, ഡയറക്റ്റ് ഫോർമുലയാണ് 1/TP. That is, you will get the answer as 1/800. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഏതാണ്? 800 പൈക്കോസെക്കൻഡിൽ ഉള്ള ആ ഒരു യൂണിറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം ഇത് 2 ആക്കി സബ്ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 2 സ്റ്റേജ് ആക്കി മാറ്റി. ആ ഒരു സിംഗിൾ സ്റ്റേജ് എന്നുള്ളത് മാറ്റിയിട്ട് ആ 800 തന്നിട്ടുണ്ട്. ആദ്യത്തെ ഡിലേ 600ഉം അടുത്തതിന്റെ ഡിലേ 350 ആണ്. ബാക്കി ഒരു യൂണിറ്റിന് മാറ്റമില്ല. അടുത്ത യൂണിറ്റ് 500 തന്നെ, അടുത്ത യൂണിറ്റ് 400, അടുത്ത യൂണിറ്റ് 300. അപ്പൊ ഇപ്പം 4 സ്റ്റേജ് പൈപ്പ് ലൈൻ എന്നുള്ള കൺസെപ്റ്റ് മാറി. ഇത് എന്തായി മാറി? അത് 5 സ്റ്റേജ്ഡ് ആയി. അപ്പൊ ഇത് k = 5 ആയി. ഓക്കെ, ഇനി ഇതിന്റെ പൈപ്പ് ലൈനിങ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? ദാറ്റ് ഈസ് TP. ഇതിന്റെ TP വാല്യൂ അപ്പൊ എന്തായിരിക്കും വരിക? പറയാവോ? അതായത് ഇതിലെ ഏറ്റവും മാക്സിമം വാല്യൂ ആർക്കാണ് ഉള്ളത് അതാണ് TP ആയിട്ട് കൺസിഡർ ചെയ്യുക.
ഇതിലെ മാക്സിമം വാല്യൂ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ അപ്പൊ എന്തായിട്ട് മാറി? 600 ആയിട്ട് മാറി അല്ലെ? ഈ ഓരോ യൂണിറ്റിലും ഇവിടെ 600, ഇവിടെ 350, ഇവിടെ 500, 400, 300. അപ്പൊ ഇതിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിന് എടുക്കുന്ന ടൈം എത്രയാണ്? 600. സോ ആ ഒരു 600 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് അപ്പം പൈപ്പ് ലൈനിങ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈം. നൗ അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ ത്രൂപുട്ട് എന്ത് വരും? നമ്മളത് 5 സ്റ്റേജിലാക്കി മാറ്റിയപ്പോൾ അതിന്റെ ത്രൂപുട്ട് എന്താണ്? 1/TP. 1/TP എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 1/600. ഓക്കെ, അപ്പൊ 2 സ്റ്റേജിന്റെ ത്രൂപുട്ട് നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ത്രൂപുട്ട് ഇൻക്രീസ് ഓഫ് ദ പൈപ്പ് ലൈൻ, അതായത് ഇങ്ങനെ ചേഞ്ച് വന്നപ്പോൾ ത്രൂപുട്ടിൽ വന്ന ഇൻക്രീസിന്റെ പെർസെന്റേജ് എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് 2 ത്രൂപുട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആയിട്ട് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ത്രൂപുട്ട് ഇൻക്രീസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതായത് പുതിയ ത്രൂപുട്ട് വാല്യൂ എത്രയാണോ നമുക്ക് കിട്ടിയത്, ന്യൂ ത്രൂപുട്ട് മൈനസ് ഓൾഡ് ത്രൂപുട്ട് divided by the old throughput value. Okay, this whole into 100. നമ്മൾ നോർമൽ മാത്സിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. അതായത് ഒരു സിസ്റ്റത്തിന്റെ പെർസെന്റേജ് ഇന്നതാണ്, നെക്സ്റ്റ് സിസ്റ്റത്തിന്റെ പെർസെന്റേജ് ഇന്നതാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ, എക്സ് വൈ എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 100. ആ സെയിം മാത്സിൽ യൂസ് ചെയ്യുന്ന അതേ ഫോർമുല തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലകളോ അങ്ങനെ ഒന്നുമില്ല. ബേസിക് ലോജിക് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയ ത്രൂപുട്ട് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 1/600 ആണ്. ഓൾഡ് ത്രൂപുട്ട് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? അതായത് 5 സ്റ്റേജ് ആക്കുന്നതിന് മുമ്പ് 4 സ്റ്റേജിൽ ഉണ്ടായിരുന്ന ത്രൂപുട്ട് എത്രയായിരുന്നു? 1/800 ആയിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ന്യൂ ത്രൂപുട്ട് എന്ന് പറയുന്നത് 1/600 മൈനസ് 1/800 ഹോൾ ഡിവൈഡഡ് ബൈ 1/800 ഇൻറ്റു 100. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ത്രൂപുട്ടിന്റെ ഇൻക്രീസ് എത്രയുണ്ടെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും? സോൾവ് ചെയ്യുക ജസ്റ്റ് നോർമൽ എന്താണ് സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് 200 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100 കിട്ടും. ഓക്കെ, സോ ഇതിൽ സീറോസ് എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1/3 ഇൻറ്റു 100. സോ 100 ഡിവൈഡഡ് ബൈ 3 നോർമൽ മാത്സ് എത്ര വരും? 100 divided by 3, get the answer as 33.3. Okay, so ഇത് 200/600 എങ്ങനെ വന്നു എന്നുള്ളതിൽ സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ദാറ്റ് ഇസ് 800 മൈനസ് 600 ഹോൾ ഡിവൈഡഡ് ബൈ 800 വരും. ആ ഈ 800 കൂടി ക്യാൻസൽ ഔട്ട് ആയി പോകുമ്പോൾ നമുക്ക് 200 വരുന്നേ ഉള്ളൂ. സോ ദിസ് ആൻസർ. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് ത്രൂപുട്ട് ഇൻക്രീസ് എത്രയാണെന്നുള്ളതാണ് പെർസെന്റേജ്. ദാറ്റ് ഇസ് 33.3% ഇൻക്രീസ് നമുക്ക് ഉണ്ടാവും. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇതും ഒരു ബേസിക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. രണ്ടിന്റെ ത്രൂപുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം 2 സ്റ്റേജിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കി തന്നെ കിട്ടും. ആദ്യത്തെ സ്റ്റേജിൽ 800 ആണ്, അത് ഒന്ന് ഇൻക്രീസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ 600 ആണ്. 2 ത്രൂപുട്ടും കിട്ടി. ഇനി ത്രൂപുട്ടിന്റെ ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലോജിക് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഇൻറ്റു 100 ചെയ്യുക. സോ യു ക്യാൻ ഗെറ്റ് ദ വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The performance of a pipeline processor suffers. First option, the pipeline stage have different delay. The pipeline stages share hardware resource. The consecutive instructions are dependent on each other. All of this. എന്തായിരിക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കേസുകളും നമ്മുടെ പൈപ്പ് ലൈനിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. അതായത് പൈപ്പ് ലൈനിന്റെ സ്റ്റേജസിന് ഡിഫറെന്റ് ഡിലേ വരുമ്പം അവിടെ എന്താണ് പ്രോബ്ലം വരും, പെർഫോമൻസിന് പ്രോബ്ലം വരും. അതുപോലെ റിസോഴ്സ് ഷെയറിംഗ് വരുമ്പോഴും അവിടെ എന്താണ് പൈപ്പ് ലൈനിന്റെ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡൻസി വരുമ്പോഴും ഇത് ഓരോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോ ഡിപ്പെൻഡൻസി, വോ ഡിപ്പെൻഡൻസി, വോ ഡിപ്പെൻഡൻസി എന്നൊക്കെ പറയുന്നത്. അത് ഓരോന്നുമാണ് ഈ ഓരോ സ്റ്റേജിലും വരുന്നത്. ഓക്കെ, സോ ഈ 3 സ്റ്റേജ് എന്താണ് കേസുകളും പൈപ്പ് ലൈനിങ്ങിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. Okay, now next question. In an instruction execution pipeline, the earliest that the data TLB can be accessed is.
അതായത് ഒരു പൈപ്പ് പ്ലാനിങ്ങിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പെർഫോം ചെയ്യണമെങ്കിൽ എപ്പോൾ മാത്രമാണ് നമുക്കൊരു ഡാറ്റയെ ഫെച്ച് ചെയ്യാൻ പറ്റുന്നത്? ബിഫോർ ദ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ ഹാസ് സ്റ്റാർട്ടഡ്, ഡ്യൂറിംഗ് ദ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ, ആഫ്റ്റർ ദ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ, ആഫ്റ്റർ ദ ഡാറ്റ ക്യാഷ് ലുക്കപ്പ് ഹാസ് കംപ്ലീറ്റഡ്. എടുക്കാം. ഓക്കെ, ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ മൊത്തം ഇൻസ്ട്രക്ഷൻ, പക്ഷേ ഈ എയുടെ അഡ്രസ് എന്താണ്, ബിയുടെ അഡ്രസ് എന്താണ് എന്നുള്ളത് പറഞ്ഞിരിക്കണം. അങ്ങനെ ആ ഒരു ഓപ്പറേന്റിന്റെ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മൾ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സാധനങ്ങളൊക്കെ എവിടെയുള്ളത്? മെമ്മറിയിലാണുള്ളത്. അതായത് ELB ആകാം, ക്യാഷ് ആകാം, ഉടമ വിവിധ മെമ്മറി. സോ അങ്ങനെ മെമ്മറിയിലുള്ള ഒരു സാധനം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അത് എപ്പോൾ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ആഫ്റ്റർ ദ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ. അതായത് അതിന്റെ അഡ്രസ് എവിടെയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ മെമ്മറിയിൽ നിന്ന് പോയി വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഡാറ്റ അവിടെ നിന്ന് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആഫ്റ്റർ ദ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ ഹാസ് കംപ്ലീറ്റഡ്. അതിന്റെ ഇടയ്ക്കും ചെയ്യാൻ പറ്റില്ല, അത് ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷന് മുമ്പും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രജിസ്റ്റർ റീനെയിമിംഗ് ഈസ് ഡൺ ഇൻ പൈപ്പ്ലൈൻ പ്രോസസർ. എന്തിനു വേണ്ടിയിട്ടാണ് രജിസ്റ്റർ റീനെയിമിംഗ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, it is an alternative to register allocation at compile time. It's a part of address translation. It is an efficient access to function parameters and local variable. The last one, it is done to eliminate output dependency and anti-dependency between the instruction. Okay, so നമ്മൾ ഈ രജിസ്റ്റർ റീനെയിമിംഗ് ഞാൻ പറഞ്ഞു പൈപ്പ് ലൈനിന്റെ പെർഫോമൻസ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അതായത് സ്റ്റേജസിന് ഡിഫറെന്റ് ഡിലേ വരുമ്പോൾ, റിസോഴ്സ് ഷെയറിംഗ് വരുമ്പോൾ, ഇൻസ്ട്രക്ഷൻസുകൾ തമ്മിൽ ഡിപ്പെൻഡൻസി വരുമ്പോൾ ഒക്കെ നമുക്ക് പെർഫോമൻസ് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് രജിസ്റ്റർ റീനെയിമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. സോ രജിസ്റ്റർ റീനെയിമിംഗ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസിയും ആന്റി ഡിപ്പെൻഡൻസിയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്ട്രക്ഷൻസുകൾ തമ്മിലുള്ള ഡിപ്പെൻഡൻസീസ് ഒഴിവാക്കാനും ഇൻസ്ട്രക്ഷൻസുകളിൽ എന്തെങ്കിലും ഒരു റിസോഴ്സ് ഷെയറിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? രജിസ്റ്റർ റീനെയിമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സഹായിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ഡൺ ടു എലിമിനേറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസി ആൻഡ് ആന്റി ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കൺട്രോളർ ദാറ്റ് ടേക്സ് control of the vessel and transfer data directly between source and destination bypassing the microprocessor is known as DMA controller, master slave controller, disk controller, read write controller. അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് ചെയ്യണം വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ പ്രോസസർ. അതായത് മൈക്രോ പ്രോസസറിന്റെ യാതൊരുവിധ സഹായമില്ലാതെ ഡയറക്റ്റ് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ ട്രാൻസ്ഫറിങ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഏത് കൺട്രോളർ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും ആൻസർ പറയാമോ? ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് DMA കൺട്രോളർ ആണ്. ഓക്കെ, അതായത് DMA എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് മെമ്മറി ആക്സസ്. മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ പ്രോസസർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ DMA എന്ന് പറയുന്നത്. ആ ഒരു DMA എന്ന് പറയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കൺട്രോളറിനെയാണ് നമ്മൾ DMA കൺട്രോളർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, so DMA controller help us to pass the data between the source and destination without the help of 8 surface 5 per track with setter size is 1 kb. Okay, so ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഡിസ്ക് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്തൊക്കെ വാല്യൂസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മാത്രമേ. അങ്ങനെയാണ് ഡിസ്ക് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വലിയ ഫോർമുലാസ് ഒന്നും പഠിക്കാനില്ല. ഓക്കെ, ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനെന്താണ്, ഒരുപാട് സർഫേസുകൾ ഉണ്ടാവും, പ്ലേറ്റേഴ്സ് ഉണ്ടാവും. ആ പ്ലേറ്ററിനെ നമ്മൾ ട്രാക്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. പ്ലേറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു CD ഷേപ്പിലുള്ള സാധനത്തിനാണ് നമ്മൾ പ്ലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമലി കാണുന്ന ഒരു CD ഉണ്ടല്ലോ, ആ ഒരു CDനെയാണ് നമ്മൾ പ്ലേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്ലേറ്റേഴ്സിന്റെ കളക്ഷൻ ആണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത്. ആ പ്ലേറ്ററിനെ തന്നെ നമ്മൾ എന്താണ് ഡിഫറെന്റ് ട്രാക്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ട്രാക്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഓരോ ട്രാക്കിനെ നമ്മൾ എന്താണ് പല പല സെക്ടേഴ്സുകളാക്കി ഡിവൈഡ് ചെയ്യും. എല്ലാം അങ്ങനെ സെക്ടേഴ്സുകളാക്കി ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. സോ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? നമ്മുടെ
ഒരു ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടോട്ടൽ ഡിസ്കിന്റെ കപ്പാസിറ്റി അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എത്ര സർഫേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഓരോ സർഫേസിലും എത്ര ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓരോ ട്രാക്കിലും എത്ര സെക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സെക്ടറിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 8 into 512 into 64 into 1 kb. ഓക്കെ, സോ 2ന്റെ പവറിലൊക്കെ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ 8നെ നമുക്ക് 2ന്റെ പവറിലേക്ക് എങ്ങനെ എഴുതാം? 2�3. 512നെ നമുക്ക് എങ്ങനെ എഴുതാം? 2�9. 64നെ നമുക്ക് എങ്ങനെ എഴുതാം? 2�6. അതേപോലെ 1 kb എന്ന് പറയുമ്പോൾ എത്ര വരും? 1 into 2�10 bytes വരും. ഓക്കെ, സോ ഇതെല്ലാം കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? യു വിൽ ഗെറ്റ് ദ ആൻസർ as 2�28 bytes എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏതാണെന്ന് നോക്കുക. കിലോ ബൈറ്റ്സും ഉണ്ട്, മെഗാ ബൈറ്റ്സും ഉണ്ട്. സോ നമുക്കറിയാം മെഗാ ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2⁻20 ആണ്. സോ നമുക്ക് ആ മെഗാ ബൈറ്റ്സ് നമുക്കൊന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 2�8 into 2�20 bytes. Again 2�8 into 2�20 നമുക്ക് മെഗാ ബൈറ്റ്സ് എഴുതാം. ഓക്കെ, ഇനി 2�8 എത്രയാണ്? 2�8 നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് 256. സോ 256 MB. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്ലെയിൻ ആയിട്ട് നമുക്കറിയാം. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എത്ര വരും? ഓപ്ഷൻ സി 256 MB എന്ന് വരും. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ 32-bit microprocessor having 32-bit instruction composed of 2 fields. The first byte contains the output and the remainder and immediate operand and operand address. What is the maximum direct addressable in byte? Okay, so ഇത് തന്നിരിക്കുന്നത് ഒരു 32-bit പ്രോസസ്സർ ഉണ്ട്, മൈക്രോ പ്രോസസ്സർ ഉണ്ട്. ഒരു 32-bit മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും അപ്പൊ എത്ര ബിറ്റ് ആയിരിക്കും? 32-bit ആയിരിക്കും. അതുപോലെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ആകെ 2 ഫീൽഡുകളും. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഓപ്കോഡ് ആണ്. നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, അതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബൈറ്റിനകത്താണ് നമ്മൾ ഓപ്കോഡ് എഴുതുന്നത്. സോ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര ബിറ്റ് ആണ്? ഒരു ബൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര ബിറ്റ് ആണ് പറയാമോ? ഒരു 8. ഓക്കെ, അപ്പം 8 ബിറ്റ് വേണം നമുക്ക് ഓപ്കോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ. ബാക്കി അത്രയും ബിറ്റുകളാണ് ഇമ്മീഡിയറ്റ് ഓപ്പറൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പൊ എത്ര വരും? ഇമ്മീഡിയറ്റ് ഓപ്പറൻഡ് അപ്പൊ എത്ര വേണ്ടി വരും? 24. 32 - 8 എന്ന് പറയുമ്പോൾ 24. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് മാക്സിമം അഡ്രസ്സബിൾ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഇമ്മീഡിയറ്റ് ഓപ്പറൻഡിന്റെ മാക്സിമം വാല്യൂ എത്ര വരും എന്നുള്ളതാണ്. സോ മാക്സിമം ബിറ്റ് നമുക്ക് വേണ്ടത് 24 ആണെങ്കിൽ മാക്സിമം വാല്യൂ നമുക്ക് എത്ര കിട്ടും? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2⁻24 ആണ്. ഓക്കെ, സോ 2⁻24 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് തന്നിരിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ എല്ലാം MB-യിലാണ്. അപ്പൊ MB എന്ന് പറയുമ്പോൾ 2⁻20 ആണ്. 2⁻20 മാറ്റുള്ള വാല്യൂ എത്രയാണ്? എക്സാക്ട്ലി 2⁻4 into 2⁻20 വരും. 2⁻4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 MB. So you will get the answer as 16 MB. Okay, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 16 MB. ഇതൊക്കെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ്. Okay. Now, next question. Suppose the size of the main memory is 32K into 16-bit. What is the size of the address bus and data bus? അതായത് ഒരു മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത്, മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ബ്ലോക്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഈ മെയിൻ മെമ്മറിയിലെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 32K ആണ്. അതിലെ ഓരോ ബ്ലോക്കിലും നമ്മൾ 16 ബിറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദ അഡ്രസ് ബസ് ആൻഡ് ഡാറ്റാ ബസ്? അഡ്രസ് ബസിന്റെ സൈസ് എത്ര? ഡാറ്റാ ബസിന്റെ സൈസ് എത്ര? ഡാറ്റാ ബസ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ കൊണ്ടുപോകാൻ എത്ര ബിറ്റ് വേണോ അത്രയും ബിറ്റ്സിന്റെ സൈസ് ആയിരിക്കും ഡാറ്റാ ബസ് എന്ന് പറയുന്നത്. അതേപോലെ അഡ്രസ് ബസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്ര ബ്ലോക്സ് ഉണ്ടോ അതിലെ നമ്പർ ഓഫ്, ഇവിടെ മൊത്തം എത്ര ബ്ലോക്സ് ഉണ്ട്? 32K ബ്ലോക്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ അഡ്രസ് ബസ് എത്ര വരും പറയാമോ? ഡാറ്റാ ബസ് എത്ര വരും എന്നുള്ളത് എന്തായാലും പറയാൻ പറ്റും. ഡാറ്റാ ബസ് എത്ര വരും? 16. ഓരോ ബ്ലോക്ക് 16, നമ്മൾ ഓരോ ബ്ലോക്കിൽ 16 ബിറ്റ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് 16 ബിറ്റ് ആണ് ഡാറ്റാ ബസ് വരിക. അതിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്, എയും ഡിയും.
ഇനി അഡ്രസ് ബസ് 32 ബിറ്റ് ആണോ 15 ബിറ്റ് ആണോ? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അറിയാം, തന്നിരിക്കുന്ന മെയിൻ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് 32K ആണ്. അതിന് ജസ്റ്റ് ഒന്ന് 2 പവറിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് ബിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സാക്ട്ലി 2⁵ into 2:10. അങ്ങനെയാണെങ്കിൽ 15 bits. എക്സാക്ട്ലി. സോ ഇതിന് അഡ്രസ് ബിറ്റ് എന്ന് പറയുന്നത് 15 ബിറ്റ് ആണ്, ഡാറ്റ ബിറ്റ്സ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. സോ ഇതും വിത്തിൻ സെക്കൻഡ്, നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട, 1-2 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, now next question. How many memory chips of configuration 2K into 16 are required to implement an 8K into 32-bit memory? Okay, so നമുക്ക് തന്നിരിക്കുന്നത് മെമ്മറി കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2K into 16 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഉള്ള ഒരു ചിപ്പാണ്. പക്ഷെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് 8K into 32 ബിറ്റിന്റെ ചിപ്പാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എത്ര 2K into 16 ചിപ്പുകൾ വേണ്ടി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് നമ്മുടെ നീഡ് എത്രയാണ്? നീഡ് 8K into 32 ആണ്. അവൈലബിൾ എത്രയാണ്? 2K into 16. അപ്പം എത്ര 2K into 16 വേണം 8K into 32 ആക്കാൻ? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ചിപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പറയാമോ? പറയാൻ പറ്റുമോ? നമുക്ക് വേണ്ടത് 8K into 32 ആണ്. സോ ആ കുറച്ചും കൂടി പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് ഡിവൈഡഡ് ബൈ ചെയ്താൽ മതി, സിമ്പിൾ ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ളത് ഇത്രയാണ്, നമുക്ക് ആവശ്യമുള്ളത് ഇത്രയാണ്. അപ്പൊ നമ്പർ ഓഫ് ചിപ്സ് എത്ര വേണം ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ഹയർ വാല്യൂ ഡിവൈഡ് ബൈ സ്മോളർ വാല്യൂ ചെയ്യാൻ മതി. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ചിപ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ത് വരും? K ക്യാൻസൽ ഔട്ട് ആയി പോകും. 8 divided by 2 എത്ര വരും? 4 വരും. Into 32 divided by 6 എത്ര വരും? 8 വരും. 32 divided by 6 exactly 4 into 2 ആൻസർ 8 വരും. അങ്ങനെയാണെങ്കിൽ 8 2K into 16 എക്സാക്ട്ലി 8 2K into 16 ചിപ്സുകൾ നമ്മൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8K 32 ബിറ്റ് മെമ്മറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Now next question. A RAM chip has a capacity of 1024 words of 8-bit, each of 1K into 8. The number of 2 into 4 decoders with enabled line need to construct 16K into 16 RAM from 1K into 8 RAM. സോ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യന്റെ സെയിം ഒരു ടൈപ്പ് ആണ്. അവർ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അതായത് എത്ര 2 into 4 ഡീകോഡേഴ്സ് വേണം? ഈ ഒരു നമുക്ക് തന്നിരിക്കുന്നത് ആകെ 1K into 8 RAM ആണ്. പക്ഷെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് 16K into 16 RAM ആണ്. ഓക്കെ, അതിൽ അവർ ടെസ്റ്റ് ചെയ്ത് ജസ്റ്റ് 2 into 4 ഡീകോഡേഴ്സ് ഒക്കെ വെച്ച് ഇതെല്ലാം കണക്ട് ചെയ്ത് എങ്ങനെയാന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. സംഭവം സെയിം തന്നെയാണ്, നമ്പർ ഓഫ് ചിപ്സ് തന്നെയാണ് ഇവിടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എത്ര ഡീകോഡേഴ്സ് വേണ്ടി വരും എന്നുള്ളത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ജസ്റ്റ് നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ചെയ്ത അതേ ഫോമാറ്റിൽ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 16K into 16 ഡിവൈഡഡ് ബൈ 1K into 8. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? None of the above. അല്ല, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും പറഞ്ഞുതരാം. 16 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 2 വരും. K ക്യാൻസൽ ആവും. 16 into 2 32 വരും. ഓക്കെ, സോ നമുക്ക് 32 ചിപ്സ് വേണം. ആ 32 ചിപ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഡീകോഡേഴ്സ് വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സാക്ട്ലി. അപ്പം 2⁵5 എന്നുള്ളതാണ് 32. സോ 5 ഡീകോഡേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണക്ട് ചെയ്യാം. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. ഇതാണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 2 into 4 കുറെ ഡീകോഡേഴ്സുകളാണ്. നമുക്ക് കിട്ടേണ്ടത് 2 into 4 ഡീകോഡേഴ്സുകളാണ്. നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ട ഔട്ട്പുട്ട് ലൈൻ എന്ന് പറയുന്നത് കണ്ടോ, 16 ഔട്ട്പുട്ട് ലൈൻസ് ഉള്ള ഒരു ചിപ്പാണ് വേണ്ടത്. സോ 16 ഔട്ട്പുട്ട് ലൈൻസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം കണ്ടോ, ഇവിടെ 4 വരും, ഇവിടെ 4, ഇവിടെ 4, 4. സോ 16 ഡാറ്റ ലൈൻസുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള എത്ര ഡീകോഡേഴ്സ് വേണം? നമുക്ക് ഈ ഫോമുല അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മൊത്തം 4 എണ്ണം വേണം, ശരിയല്ലേ? പക്ഷെ ഈ 4 എണ്ണത്തില് ഓരോന്നും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ 4 എണ്ണത്തിൽ ഇത് എനേബിൾ ആകണോ, അടുത്തത് ഇത് എനേബിൾ ആവണം, അല്ലെങ്കിൽ അടുത്ത് ഇത് എനേബിൾ ആവണം, അല്ലെങ്കിൽ ഇത് എനേബിൾ ആവണം. ഈ 4 എണ്ണത്തിൽ ഏത് എനേബിൾ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ എന്താണ്? ഒരു ഡീകോഡറും കൂടി വേണം. ഓക്കെ, ഡീകോഡർ എന്താണെന്നൊക്കെ നിങ്ങൾ ഡിജിറ്റലിൽ പഠിച്ചിട്ടുണ്ടാവും. 2 into 4
അതായത് ഒരു സെലക്ട് ലൈൻ ഉണ്ടാവും, ആ സെലക്ട് ലൈനെ ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലൈൻസുകൾ സെലക്റ്റഡ് ആവും ഡീകോഡറിൽ, അല്ലെ? സോ ഇവിടെ ഇപ്പൊ നമ്മൾ ഏത് ഇൻപുട്ടിലാണോ കൊടുക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ഏതാണോ എനേബിൾ ആവുന്നത് ആ ചിപ്പ് എനേബിൾ ആവും. ആ ചിപ്പിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നോ എന്താണെന്നൊന്നും അറിയണ്ട, ഡയറക്റ്റ് ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൗണ്ട് ഓഫ് ദ ഡീകോഡേഴ്സ് ചോദിച്ചാലും തന്നിരിക്കുന്നത് എത്രയാണ്, നമ്മുടെ അവൈലബിൾ എത്രയാണോ, നീഡ് എത്രയാണോ എന്നുള്ളത് നോക്കുക. ആ നീഡ് ഡിവൈഡഡ് ബൈ അവൈലബിൾ ചെയ്യുക. എന്നിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഒത്തിരി ലോജിക്കുകളുടെ അകത്തോട്ട് പോകണ്ട. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ നിന്നാലേ ഇത് ഒത്തിരി വലിയൊരു പ്രോബ്ലം ആണ്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? Okay. Now next question. The DMA module forces the processor to suspend operation temporarily to take over the system bus. The technique is called അറിയാമോ? അതായത് DMA എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം. അതായത് പ്രോസസറിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഡയറക്റ്റ് എന്താണ് IO ഡിവൈസും മെമ്മറിയിലേക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫറിങ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ DMA എന്ന് പറയുന്നത്. ആ DMAക്ക് ഹെൽപ്പ് ചെയ്യുന്ന കൺട്രോളറിനെയാണ് DMA കൺട്രോളർ എന്ന് പറയുന്നത്. ഈ DMA എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ബേസ്റ്റ് മോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, ട്രാൻസ്പെറന്റ് മോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ബേസ്റ്റ് മോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് പ്രോസസറിന്റെ കയ്യിൽ നിന്നും കുറച്ച് ഏറെ നേരം, അതായത് ഒരു പറയത്തക്ക കുറച്ച് കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, ബസ് പ്രോസസറിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു വെച്ചിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് ചെയ്യുന്നത്. സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരത്തേക്കൊന്നും വാങ്ങിച്ചു വെക്കില്ല. പ്രോസസർ കുറച്ചു നേരം ഉപയോഗിക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, DMAക്ക് കൊടുക്കുന്നു. DMAയുടെ ഇച്ചിരി നേരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പ്രോസസർക്ക് തിരിച്ചു കൊടുക്കുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ DMA module forces the processor to suspend the operation temporarily to take the control over the system bus. അപ്പൊ കുറച്ചു നേരത്തേക്ക് മാത്രം ആണ് ടെമ്പററിലി എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരത്തേക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിട്ട് ബസ് തിരിച്ചു മേടിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ എന്ത് പറയുന്നു? ലൈക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഈ DMA ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസുകൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് DMA ആയിട്ട് യാതൊരു കൺസെപ്റ്റും ഇല്ലാത്തതാണ്. പിന്നെ ഉള്ളത് സൈക്കിൾ സ്റ്റീലിംഗ്, അതുണ്ട്. പിന്നെ വരുന്ന ഡേസി ചെയിനിങ്. ഡേസി ചെയിനിങ് നമ്മുടെ DMA ആയിട്ട് യാതൊരു കൺസെപ്റ്റും ഇല്ല. അത് പ്രയോറിറ്റി ചെക്ക് ചെയ്യുന്നത് ഇന്ററപ്റ്റിന്റെ കേസിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡേസി ചെയിനിങ് എന്ന് പറയുന്നത്. സോ അതുമല്ല. പിന്നെ വരുന്നത് സ്പെഷ്യൽ മാസ്കിങ്. അതും നമ്മുടെ ഈ ഒരു DMA എന്ന് പറയുന്ന മോഡലിൽ വരുന്ന ഒരു കാര്യമേ ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ സപ്പോർട്ടീവ് ആയിട്ട് വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതേതാണ്, സൈക്കിൾ സ്റ്റീലിംഗ്. സോ കൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് ഇത് ഗസ് ചെയ്ത് ആൻസർ ചെയ്യാം. സ്റ്റിൽ പഠിച്ചിരിക്കുന്നതാണ്, എളുപ്പത്തിൽ നമുക്കപ്പം ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഒത്തിരി ഇതിൽ ഈ ക്വസ്റ്റ്യൻസുകൾക്കൊന്നും അപ്പൊ നമ്മൾ ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, സോ DMA മൊഡ്യൂളിൽ ടെമ്പററി മാത്രം എന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്ത് ബസ് ടേക്ക് ഔട്ട് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് പറയുന്ന പേരാണ് സൈക്കിൾ സ്റ്റീലിംഗ്. ഓക്കെ, now next question. Assume that for a certain processor, a read request takes 50 nanosecond on a cache miss and 5 nanosecond on cache hit. While running a program, it was observed that 80% of the processor's read request result in a cache hit. The average read access time in nanosecond is. So, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആവറേജ് റീഡ് ആക്സസ് ടൈം. സോ നമുക്കറിയാം ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല പഠിച്ചിട്ടുണ്ട്, ആവറേജ് റീഡ് ആക്സസ് ടൈം. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്? ആദ്യം മെമ്മറിയിലേക്ക് ഹിറ്റ് ആവാൻ എടുക്കുന്ന പെർസെന്റേജ് എത്രയാ നോക്കും, അല്ലെ? ദാറ്റ് ഈസ് ഹിറ്റ് റേഷ്യോ. ഹിറ്റ് റേഷ്യോ എത്രയാ നോക്കും, ഇൻറ്റു ആ ഹിറ്റ് ആകാൻ എടുക്കുന്ന ടൈം എത്രയാന്നുള്ളത്, ഹിറ്റ് ടൈം, പ്ലസ് മിസ് റേഷ്യോ എത്രയാ നോക്കും, മിസ് റേഷ്യോ ഇൻറ്റു മിസ് ആകാൻ എടുത്ത ടൈം, മിസ് ടൈം. ഓക്കെ, സോ ഹിറ്റ് റേഷ്യോ എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഹിറ്റ് ആവാൻ എടുക്കുന്നത് 80% ഓഫ് ദ ടൈമും എന്താണ്, ഹിറ്റ് ആണ്, അല്ലെ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹിറ്റ് ആണെന്നുള്ളത്. സോ ദാറ്റ് ഈസ് 80/100 ഇൻറ്റു ഹിറ്റ് ആവുമ്പോൾ ആ മെമ്മറിയിൽ ആക്സസിൽ എടുക്കുന്ന ടൈം എത്രയാണ്, 5 നാനോസെക്കൻഡേ എടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് 5 പ്ലസ് മിസ് റേഷ്യോ. മിസ് റേഷ്യോ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ടോട്ടൽ 100% ആണ്.
അതിൽ 80% ഹിറ്റ് ആണെങ്കിൽ മിസ് പെർസെന്റേജ് എത്ര വരും? 20/100. 20/100 എക്സാക്ട്ലി. നൗ മിസ് ആകുമ്പോൾ മെമ്മറിയിൽ പോയി ഫെച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്ര വരുന്നുണ്ട്? 15 നാനോസെക്കൻഡ്. ഓക്കെ, ഇനി ജസ്റ്റ് ഇതൊന്ന് സോൾവ് ഔട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എന്ത് വരും ഇതിന്റെ ആൻസർ എന്നൊന്ന് പറയാമോ? എത്ര വരും? ഇത് 4 വരും അല്ലെ? 4 + 10 14 വരും. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി 14 ആണ്. ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, മെമ്മറി ആക്സസ് ടൈമിന്റെ നമ്മൾ ഫോർമുല എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം മെമ്മറിയിലേക്കുള്ള ഹിറ്റ് റേഷ്യോ എത്രയാന്ന് നോക്കുക, ഇൻറ്റു ആ ഹിറ്റ് ടൈം പ്ലസ് മിസ് റേഷ്യോ ഇൻറ്റു മിസ് ടൈം. എത്ര മാത്രം ചെയ്താൽ നമുക്ക് ആവറേജ് ആക്സസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, now next question. Consider a machine with a byte addressable main memory of 2⁻16 bytes, block size of 8 bytes. Assume that a direct mapped cache consists of 32 lines used with this machine. How many bits will be there in tag, line and word field of format of main memory address? So, നമുക്ക് തന്നിട്ടുണ്ട് ഒരു മെഷീൻ എന്ന് പറയുന്നത് ബൈറ്റ് അഡ്രസ്സബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ആ മെയിൻ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് 2⁻16 ബൈറ്റ് ആണ്. സോ നമുക്കറിയാം നമുക്കിവിടെ ക്യാഷ് മാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് വരുന്നത്. ഏത് ക്യാഷ് മാപ്പിംഗ് ആണ് വരുന്നത്? ഡയറക്റ്റ് മാപ്ഡ് ആണ്. സോ ഡയറക്റ്റ് മാപ്ഡിൽ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷനെ എത്ര പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 3 പാർട്ടാക്കി. അത് അവർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 853 ആണോ? 853 ആണ്. ആൻസർ 853 ആണ് വരിക. എക്സാക്ട്ലി. 3 പാർട്ടായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ടാഗ്, സെക്കൻഡ് വൺ ലൈന്, ലാസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് വേർഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓഫ്സെറ്റ് ഫീൽഡ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എത്ര ബിറ്റ് വരും? ഒരു ഇൻസ്ട്രക്ഷൻ എത്ര ബിറ്റ് വരും? ഈ മെഷീന് ടോട്ടൽ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് 2⁻16 ബൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ 16 ബിറ്റ് ആയിരിക്കും ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓഫ്സെറ്റ് എത്ര വരും? ഒരു ബ്ലോക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓഫ്സെറ്റ് വാല്യൂ അല്ലെങ്കിൽ വേർഡിന്റെ സൈസ് എത്ര വരും? 8 ബൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ബിറ്റ് മതി റെപ്രസെന്റ് ചെയ്യാൻ 8 ബൈറ്റിന്? 3. ഓഫ്സെറ്റ് കാൽക്കുലേറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണ്. 8 ബൈറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എത്ര ബിറ്റ് മതി? 8നെ നമ്മൾ 2⁻3 2ന്റെ 8 ബൈറ്റ്സിന് ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 8 ബിറ്റ് ലൊക്കേഷനുകൾ, 8 ലൊക്കേഷനുകൾ ഐഡന്റിഫൈ ചെയ്യാൻ 3 ബിറ്റ് മതിയല്ലോ. 000 001 010 011 ആ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് അറിയില്ല. 8 കോമ്പിനേഷനുകൾ, ആ 3 ബിറ്റിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസുകൾ യൂസ് ചെയ്ത് 8 ലൊക്കേഷൻസുകൾ ഐഡന്റിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ ഓഫ്സെറ്റിന്റെ വാല്യൂ 3 വരും. ഇനി ലൈൻ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 32 ലൈൻസ്. 32 ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ലൈനിന്റെ വാല്യൂ 5. ടോട്ടൽ ലെങ്ത് 16 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടാഗിന്റെ വാല്യൂ എന്ത് വരും? 8. 16 - 8 8 വരും. സോ ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. ഓക്കെ, ഇതും പ്രീവിയസ് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് 853. ഓക്കെ, now next question. Again, consider a direct mapped cache of size 32 KB with block size of 32 bytes. CPU generate 32-bit address. The number of bits needed for cache indexing and number of tag bits are respectively. അങ്ങനെയുള്ളതാണ് ക്വസ്റ്റ്യൻ ലൈൻ വരുന്നത്. ഓക്കെ, നൗ ഈ ടോട്ടൽ മെമ്മറി ഇൻസ്ട്രക്ഷന്റെ സൈസ് എത്ര വരും? സോ ടോട്ടൽ ലെങ്ത് 32 ബിറ്റ് ആണ് തന്നിട്ടുണ്ട്. കൂടാതെ ബ്ലോക്കിന്റെ സൈസ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 32 ബിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓഫ്സെറ്റിന്റെ വാല്യൂ എത്ര വരും? 32 ബിറ്റ് ആണ് തന്നിട്ടുണ്ട്. ഓഫ്സെറ്റിന്റെ ഫീൽഡ് വാല്യൂ എന്ന് പറയുന്നത് 32 ബൈറ്റ്സ്. സോറി, 32 ബൈറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ബിറ്റ് മതി? 2⁻5. എന്തോ 1517 ആണോ? ആൻസർ എത്രയാന്നാ പറഞ്ഞത്? കേട്ടില്ല കേട്ടോ. 1517 ആണോ എന്ന് സംശയം ചോദിച്ചു. 1517 ആണോ? ടാഗ് 17 വരും. നടുക്കത്തെ വാല്യൂ 10 വരും. അപ്പൊ ഇവർ ചോദിച്ചിരിക്കുന്ന ഓർഡർ ശ്രദ്ധിക്കുക. ഓർഡർ ചോദിച്ചിരിക്കുന്നത് ക്യാഷ് ഇൻഡെക്സിന്റെ വാല്യൂ പിന്നെ നമ്പർ ഓഫ് ടാഗ്സ് ആണ്. അപ്പം 1017 എന്ന് പറയുന്ന ആൻസർ വരും. ഓക്കെ, സോ ഓഫ്സെറ്റിന്റെ വാല്യൂ 5 ബിറ്റ് വരും. നൗ ലൈൻ എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവര് തന്നിട്ടുണ്ട് ക്യാഷിന്റെ ടോട്ടൽ സൈസ് 32K ആണെന്നുള്ളത്. അതായത് ക്യാഷ് മെമ്മറിയുടെ സൈസ് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. ക്യാഷ് മെമ്മറിയുടെ സൈസ് 32 കിലോ ബൈറ്റ്സ് ആണ്. ഓരോ ലൈനിലും സ്റ്റോർ ചെയ്തിരിക്കുന്നത് എത്രയാണ്?
32 ബൈറ്റ് വെച്ച് ഓരോ ലൈനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 32 ബൈറ്റ്, ഇവിടെ ഒരു 32 ബൈറ്റ്, അങ്ങനെ കുറെ ലൈൻസുകൾ ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ക്യാഷിന്റെ സൈസ് ഡിവൈഡഡ് ബൈ ഇതല്ലേ നമ്മുടെ ബ്ലോക്ക് സൈസ്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ആസ് 32 KB ഡിവൈഡഡ് ബൈ 32 ബൈറ്റ്സ്. ഓക്കെ, ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് മെത്തേഡാണ്. സോ ഇവിടെ ബൈറ്റ്സ് ക്യാൻസൽ ഔട്ട് ആവും, 32 ക്യാൻസൽ ഔട്ട് ആവും. അപ്പം 1 കിലോ മാത്രമേ ബാക്കിയുള്ളൂ. 1 കിലോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2⁻10. സോ ലൈനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10. ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 32 ബിറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. റിമൈനിങ് പോർഷനിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ടാഗ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടാഗ് എന്ന് പറയുന്നത് 32 മൈനസ് 15, യു വിൽ ഗെറ്റ് ദ ആൻസർ 17. സോ ടാഗിന്റെ വാല്യൂ 17 ബിറ്റ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്യാഷ് ഇൻഡെക്സിന്റെ വാല്യൂ എത്രയാണ്? ക്യാഷ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ, അത് 10 വരും. ടാഗിന്റെ വാല്യൂ 17 വരും. സോ ഓപ്ഷൻ എ 10,17 ആണ് ആൻസർ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A computer system has a main memory consisting of 1M 16-bit words and 4K word cache organization in the block set associative manner with 4 blocks per set and 64 words per block. The number of bits in each of the tag, set and the word field of main memory address format are. So, ഇത് ക്യാഷ് മാപ്പിംഗിന്റെ തന്നെ വേറൊരു മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. സോ ഫസ്റ്റ് തന്നുള്ളതാണ് മെയിൻ മെമ്മറി സൈസ്. ഓക്കെ, മെയിൻ മെമ്മറിയുടെ സൈസ് അറിയാം. മെയിൻ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് 1M ആണ്, അതും 16 ബിറ്റ് ആണ്. സോ 1M ഇൻറ്റു 16 ബിറ്റ് എന്ന് പറയും. സോ 16 ബിറ്റിന് നമുക്കറിയാം ഓർഗനൈസ് ചെയ്തത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1M 16 ബിറ്റ് ബൈനോട്ട് കൺവേർട്ട് ചെയ്ത് വരും. എത്ര ബൈറ്റ് വരും? 2 byte. 2 ബൈറ്റ്, എക്സാക്ട്ലി 2 ബൈറ്റ് വരും. ഓക്കെ, സോ ഇത് എന്തായാലും ബൈറ്റ് അഡ്രസബിൾ അല്ല, നമുക്ക് കണ്ടാലേ അറിയാം. കാരണം ബൈറ്റ് അഡ്രസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒരു ബൈറ്റ് മാത്രമേ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് ബൈറ്റ് അഡ്രസബിൾ. പക്ഷെ ഇതെന്താണ്? വേർഡ് അഡ്രസബിൾ ആണ്. കാരണം ക്വസ്റ്റനിൽ ഫുൾ വേർഡ്സിന്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടോ? അപ്പൊ ഇത് ഫുള്ള് വേർഡ് അഡ്രസബിൾ ആണ്. ഇവിടെ ഒരു വേർഡ് എന്ന് പറഞ്ഞപ്പോ എത്രയായി? 2 ബൈറ്റ്സ് ആയി. ഓക്കെ, സോ അപ്പൊ മെയിൻ മെമ്മറിയുടെ സൈസ് അപ്പൊ എന്ത് വരും? 1M ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2ന്റെ പവറിൽ എഴുതുമ്പോൾ നമുക്ക് എത്ര വരും? സോ അപ്പൊ നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അപ്പൊ എത്ര ബിറ്റ് വരും? ടോട്ടൽ മെയിൻ മെമ്മറിയുടെ സൈസ് 2⁻21 ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് അപ്പൊ എത്ര വരും? ടോട്ടൽ 21 വരും അല്ലെ? ഓക്കെ, ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ നമുക്കറിയാം സെറ്റ് അസോസിയേറ്റീവ് ആകുമ്പോൾ 3 ഡിവിഷൻസ് വരുന്നുണ്ട്. ഒന്ന് ടാഗ് ഫീൽഡ് വരും, പിന്നെ എത്ര സെറ്റ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് സെറ്റ് ഫീൽഡ് വരും, പിന്നെ ഓഫ് സെറ്റ് ഫീൽഡ് വരും അല്ലെ? നൗ ഇനി നമുക്ക് എന്താണ് ഓരോ സൈസ് അവർ പറഞ്ഞിട്ടുണ്ട്. ക്യാഷിന്റെ സൈസ് എത്രയാണ്? 4K വേർഡ് ആണ് ക്യാഷ് സൈസ് പറഞ്ഞത് അല്ലെ? നൗ നമ്പർ ഓഫ് ബ്ലോക്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ. സോ നമ്പർ ഓഫ് ബ്ലോക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ക്യാഷിന്റെ സൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4K ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ബ്ലോക്കിന്റെ സൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്? എങ്ങനെ കണ്ടുപിടിക്കാം? 4K വേർഡ്സ് ഡിവൈഡഡ് ബൈ 64 വേർഡ്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എത്ര വരും? 2ന്റെ പവർ വേർഡ്സ് രണ്ട് ക്യാൻസൽ ഔട്ട് ആയി പോകും. 4K ഡിവൈഡഡ് ബൈ 64 എത്ര വരും ആൻസർ? 64 എന്ന് തന്നെ വരും അല്ലെ ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻6 എന്ന് വരും. 6 എന്ന് വരും. സോ അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് നമുക്ക് 2⁻6 ബ്ലോക്സുകൾ ഉണ്ട്. ഏതാണ്ട് സെറ്റ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആണെങ്കിൽ നമ്പർ ഓഫ് സെറ്റിലും 4 ബ്ലോക്ക് ബൈ നമ്പർ ഓഫ് ബ്ലോക്സ്, ദാറ്റ് ഈസ് 2⁻6 ഡിവൈഡ് ബൈ 4 ബോക്സുകളാണ് വരുന്നത്. നമുക്ക് അത് 2ന്റെ പവറിലോട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2⁻2 എഴുതാം അല്ലെ? സോ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻4. സോ എത്ര നമ്പർ ഓഫ് സെറ്റ്സ് ഉണ്ട്? 2⁻4 നമ്പർ ഓഫ് സെറ്റ്സ് ഉണ്ട്. സോ 2⁻4 നമ്പർ ഓഫ് സെറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് 2⁻4 നമ്പർ ഓഫ് സെറ്റ് അതായിരിക്കും നമ്പർ ഓഫ് ബിറ്റ്സ്. അങ്ങനെ പഠിപ്പിക്കുക. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കുക എന്താണ്? ഓഫ്സെറ്റ് ഫീൽഡ്. ഓഫ്സെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലോക്കിന്റെ സൈസ് എത്രയാണെന്നുള്ളതാണ് ഓഫ്സെറ്റ് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എത്രയാണ്. സോ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വേർഡ് പറയുന്നത് എത്രയാണ്? ഓൾറെഡി പറഞ്ഞു 16 ബിറ്റ് ആണ് ഓരോ വേർഡും സ്റ്റോർ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വേർഡ് എന്ന് പറയുന്നത് എത്രയാണ്? ശരിക്കും 2 ബൈറ്റ് ആണ് അല്ലെ? സോ നമ്മൾ അതും കൂടി ഓഫ്സെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ദാറ്റ് ഈസ് 64 ഇൻറ്റു 2 ബൈറ്റ്. സോ അപ്പൊ അത് എത്ര വരും? 64 എന്ന് പറയും 2⁻6 ഇൻറ്റു 2 ബൈറ്റ്. You will get the answer as 2⁻6.
7 ബൈറ്റ് അല്ലെ? അപ്പം ഓഫ്സെറ്റ് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2�7 ബൈറ്റ്സ് വേണ്ടി വരും. കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പൊ എത്ര ബിറ്റ് വേണ്ടി വരും? 7 ബിറ്റ് വേണം. ഓക്കെ, സോ നമുക്കിവിടെ സെറ്റ് എത്രയാണെന്ന് കിട്ടി, ഓഫ്സെറ്റ് ഫീൽഡ് എത്രയാണെന്ന് കിട്ടി, ടോട്ടൽ ലെങ്ത് 21 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ടാഗ് ഫീൽഡ് ഈസിലി കണ്ടുപിടിക്കാം അല്ലെ? ടാഗ് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 21 മൈനസ് 4 പ്ലസ് 7 എത്ര വരും ആൻസർ? 10. എക്സാക്ട്ലി. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് 10,4,7 ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? ഇതും ഈ ഇടയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ സെറ്റ് അസോസിയേറ്റീവ് ക്വസ്റ്റ്യനുകൾ വളരെ റയറായിട്ട് ചോദിച്ചിട്ടുള്ള, എപ്പോഴും ഡയറക്ട് മാപ്പിങ്ങിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ത്രൂ ഔട്ട് കണ്ടിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അങ്ങനെ ഒരു കണ്ടിട്ടുള്ളൂ. സോ സെറ്റ് അസോസിയേറ്റീവ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നൗ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ മെയിൻ മെമ്മറി ഓഫ് സൈസ് 96K into 16, where the first component represents the number of words and the second component represents the number of bits per word. What will be the number of address line and input-output data line? So നേരത്തെ നമ്മൾ കണ്ട പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ട അതേ ടൈപ്പ് തന്നെയാണ്, ഇച്ചിരി കൂടി എലാബറേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഇട്ടുന്നേ ഉള്ളൂ. സോ മെയിൻ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 96K into 16 എന്നുള്ളതാണ് മെയിൻ. 17 and 16 ആണോ? 17 address lines, 16 data lines. 70 address lines and 16 data lines. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ എത്ര ബിറ്റ്സ് ഉണ്ടോ ഡാറ്റ റെപ്രസെന്റ് അത്രയും തന്നെ ഡാറ്റ ലൈൻസ് വരും. സോ 16 ഡാറ്റ ലൈൻസ്, അതിൽ യാതൊരു കൺഫ്യൂഷൻ ഇല്ല. പിന്നെ അഡ്രസ് ലൈൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കറിയാം 96 എന്ന് പറയുന്നത് 2ന്റെ പവറിൽ വരുന്ന ഒരു വാല്യൂ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നെക്സ്റ്റ് നിയറസ്റ്റ് വാല്യൂ ഏതാന്ന് നോക്കാം. നമുക്കറിയാം 2ന്റെ പവർ എന്ന് പറയുമ്പോൾ എത്ര വരും? 32 2ന്റെ പവർ ആണ്. പിന്നെ നെക്സ്റ്റ് ഹയർ വാല്യൂ എന്ന് പറയുന്നത് 64 ആണ്. നെക്സ്റ്റ് ഹയർ വാല്യൂ എന്ന് പറയുന്നത് 128 ആണ്. നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ 96K വാല്യൂ ആണ്, ശരിയല്ലേ? അപ്പൊ 64K വെച്ച് നമുക്ക് ഒരിക്കലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 96നെക്കാട്ടിലും താഴെയാണ് 64 നിൽക്കുന്നത്. പിന്നെയുള്ള നെക്സ്റ്റ് ഹയർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 128 ആണ്, ശരിയല്ലേ? സോ 128K റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര അഡ്രസ് ലൈൻസുകൾ വേണം? 128 എന്ന് പറയുമ്പോൾ 2�7 വരും. K എന്ന് പറയുമ്പോൾ 2�10 വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 2�17 അഡ്രസ് ലൈൻസുകൾ വരും. അഡ്രസ് ലൊക്കേഷൻസുകൾ ഉണ്ട്. 2�17 അഡ്രസ് ലൊക്കേഷൻസുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് എത്ര വരും? നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 17 ബിറ്റ് വരും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 17 അഡ്രസ് ലൈൻസും 16 ഡാറ്റ ലൈൻസും ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇത് ഡയറക്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഓൾമോസ്റ്റ് എല്ലാ PSC എക്സാംസിലും ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാത്തിലും ക്യാഷ് മാപ്പിംഗ് ഉറപ്പായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ട് മാപ്പിംഗ് ആയിക്കോട്ടെ, സെറ്റ് അസോസിയേറ്റ് ആയിക്കോട്ടെ. ഫുള്ളി അസോസിയേറ്റ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഡയറക്ട് മാപ്പിംഗ് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ പൈപ്പ് ലൈനിങ് ഷുവർ ആണ്. പൈപ്പ് ലൈനിങ് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ പല 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 എക്സാംസുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ 3 സെക്ഷൻസുകൾ നിങ്ങൾ തറവാക്കി പഠിച്ചു വെക്കുക. പിന്നെ അഡ്രസ്സിംഗ് മോഡ്സ്, ഇതൊക്കെ തന്നെ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ. ഓക്കെ, സോ അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കുക, ദെൻ നമ്മുടെ ക്യാഷ് മാപ്പിംഗ് പഠിക്കുക, മെമ്മറി ഓർഗനൈസേഷൻ, ടോട്ടൽ ഡിസ്കിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലത്തെ ഉള്ളത്, പിന്നെ പൈപ്പ് ലൈനിങ്ങിന്റെ കൺസെപ്റ്റ്. ഓക്കെ, സോ ഇത്രയും തന്നെ തറവാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു സ്കോർ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുകളെല്ലാം എല്ലാവർക്കും ഓക്കെ അല്ലേ? താങ്ക് യു.